ഹായ്, എൻ്റെ പേര് നിഹാൽ. ഞാൻ സെൻറ്റ് വിൻസെൻ്റ് സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനിടെ എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. ഞാനിപ്പോൾ +2 ബോർഡ് എക്സാം എഴുതുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് IIT ഗുവാഹത്തിയിൽ അഡ്മിഷൻ ലഭിച്ചു. അതെങ്ങനെയാണെന്നല്ലേ, ഞാൻ വയനാട് സ്വദേശിയാണ്. അപ്പം ഞാൻ 10th പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് IITയെ കുറിച്ച് അറിയുന്നതും അതിനോട് ആഗ്രഹം ഉണ്ടാവുകയൊക്കെ ഉണ്ടായി. പിന്നെ പാലാ ബ്രില്യൻറ്റിനെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ ചേച്ചിയിൽ നിന്നാണ്. എൻ്റെ ചേച്ചിയും ബ്രില്യൻറ്റിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ചേച്ചി ഇപ്പോൾ CETയിൽ ആർക്കിടെക്ചറിന് പഠിക്കുകയാണ്. ഞാൻ ബ്രില്യൻറ്റിലേക്ക് വന്നത് JE അഡ്വാൻസ്ഡ് എയിം ചെയ്തിട്ടായിരുന്നു. പക്ഷേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് UCEനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചതും മാത്രമല്ല അത് എനിക്ക് കുറച്ചും കൂടി ചേർന്ന ഒരു കരിയറാണെന്ന് തോന്നി. UCEനെ കുറിച്ച് അധികം ആർക്കും അറിയാൻ കാണില്ല. അപ്പം ഞാനും ആദ്യമായിട്ട് ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷമാണ് UCEനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയുന്നത്. UCE എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ എന്നാണ്. UCE എക്സാം എഴുതിയ ശേഷം ടോപ്പ് കോളേജസ് ലൈക്ക് IIT ഗുവാഹത്തി, IIT ഹൈദരാബാദ്, IIT DM ജബൽപൂർ, പിന്നെ IIT ഡൽഹി, IIT മെയിനായിട്ട് IIT ബോംബെ എന്നിവിടങ്ങളിലേക്കാണ് സെലക്ഷൻ ലഭിക്കുക. അങ്ങനെ ഞാൻ കോൺഫിഡൻ്റായി UCE എക്സാം അറ്റൻഡ് ചെയ്തു. മാത്രമല്ല എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 204, പിന്നെ OBC NCL കാറ്റഗറിയിൽ 36 റാങ്കും ലഭിക്കുകയുണ്ടായി. UCE എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഡിസൈൻ. അപ്പം ആദ്യം എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ അലുമിനീസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ എക്സൈറ്റഡ് ആണ് ഡിസൈനിനെ കുറിച്ച്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. മാത്രമല്ല സ്കെച്ചിങ്ങിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്കുണ്ടാവണം. ക്വാളിറ്റി ഓഫ് സ്കെച്ചിങ് ആണ് ഇവർ നോക്കുക. അപ്പം ഈ എക്സാമിന് ഓവറായിട്ട് കുറേ പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. JE പോലെയല്ല. നിങ്ങൾക്ക് ഒരു 1 month വിത്തിൻ 1 month അല്ലെങ്കിൽ ഒരു 3 weeks എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല റാങ്ക് ലഭിക്കും. കാരണം ഇതിന് ഒരുപാട് തിയറി ടോപ്പിക്സ് ഒന്നും ഇല്ലെന്നുള്ളതാണ് കാരണം. പിന്നെ എല്ലാത്തിനും ഉപരി ഡിസൈനിങ് ഫീൽഡിനോട് നിങ്ങൾക്ക് ഒരു പാഷൻ വേണം. എനിക്കിപ്പോൾ കിട്ടിയ അച്ചീവ്മെൻറ്റിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ആൻഡ് ഐ ആം താങ്ക്ഫുൾ ഫോർ ടീം ബ്രില്യൻറ്റ് ആൻഡ് മൈ സ്കൂൾ സെൻറ്റ് വിൻസെൻറ്റ്. ആൻഡ് താങ്ക് യു ഓൾ. Nihal Babu, a smart guy who pursues his desire. ആഗ്രഹിച്ചത് JE മെയിൻ, JE അഡ്വാൻസ്ഡ് ആയിരുന്നുവെങ്കിലും ഡിസൈനിങ് മേഖലയിലുള്ള തൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞ് ബ്രില്യൻറ്റിലെ സീനിയേഴ്സിനോട് UCEഡിൻ്റെ സാധ്യതകളെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് എൻട്രൻസ് എക്സാമിലൂടെ ഇന്ന് തൻ്റെ ആഗ്രഹത്തിനൊത്ത മേഖലയിൽ ചെറുതല്ലാത്ത ഒരു റാങ്ക് കരസ്ഥമാക്കി IIT ഗുവാഹത്തി അഡ്മിഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അതും +2 ബോർഡ് എക്സാമും പ്രാക്ടിക്കലുമൊക്കെ നടക്കുന്ന ഈ പീക്ക് ടൈമിൽ തന്നെ. UCEഡിലൂടെ അഡ്മിഷൻ IIT ഗുവാഹത്തിയിൽ കിട്ടിയെങ്കിലും ഇനി JE തയ്യാറെടുപ്പിലും കൂടിയാണ് നിഹാലിപ്പോൾ. നമ്മൾ സമീപിക്കുന്ന എന്ത് കാര്യവും, അതിപ്പോൾ പഠനമാകാം, നമ്മുടെ ഹോബീസാകാം, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തുമാകാം, അതിനെ സമീപിക്കുന്നത് ആത്മാർത്ഥമായി ആണെങ്കിൽ വി ക്യാൻ അച്ചീവ് ദാറ്റ്.